പണ്ട് PSC പരീക്ഷയ്ക്ക് അമ്മ പൈസ തന്നു. ഞാൻ നേരെ മാവേലിക്കര പോയിട്ട് രാവിലെ ഡയമണ്ട് നെക്ലസും കണ്ടു, ഉച്ചയ്ക്ക് സ്പിരിറ്റും കണ്ടിട്ട് വൈകിട്ട് തിരിച്ചു വന്നു. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു ഇതെന്തേന്ന് ചോദിച്ചു. PSC എഴുതും, അത് അവിടെ കൊടുക്കുവാണല്ലോ ഭാഗ്യത്തിന്. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു. പഠിച്ചോ? ഞാൻ പഠിച്ചില്ല, അതായത് ഞാൻ PSC പഠിച്ചിട്ടില്ല. അമ്മ എവിടെ പോയി, അമ്മ ഇതെല്ലാം രജിസ്റ്റർ ചെയ്ത് വെക്കും എനിക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പക്ഷേ ഞാനത് പരീക്ഷ എഴുതിയില്ല. ഞാൻ 2 സിനിമ കണ്ടിട്ട് തിരിച്ചു വന്നു വീട്ടിൽ. അന്നോട്ടുണ്ടോ സിനിമയായിട്ടുള്ള ഒരു സിനിമ കാണുമ്പോഴാണ് എനിക്ക് കൂടുതൽ സന്തോഷം കിട്ടുന്നത്. ഞാൻ എല്ലാ സമയങ്ങളും വീട്ടിലിരിക്കുമ്പോൾ എപ്പോഴും സിനിമകൾ കണ്ടുകൊണ്ടിരിക്കും. ഒരു മരുമോളെ പറ്റി എന്താ അമ്മയ്ക്കുള്ള സങ്കല്പങ്ങൾ എന്തൊക്കെയാ? അത് അറിയത്തില്ല, അമ്മയോട് ചോദിക്കണമെന്നല്ല, അത് പറയാൻ പറ്റില്ല. അമ്മയ്ക്ക് അങ്ങനെ സങ്കല്പം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അമ്മയ്ക്ക് പക്ഷേ ഞാൻ ഒന്ന് കല്യാണം കഴിച്ച് കണ്ടാന്നുള്ള അതിയായ താല്പര്യമുണ്ട്. ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നിരുന്ന ഈ ഇന്റർവ്യൂവിലും അമ്മ പറഞ്ഞേനെ, ഇനി ഞാൻ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കണം, അതേ ഉള്ളൂ ആഗ്രഹം. അങ്ങനെ സങ്കല്പമൊന്നുമില്ല അമ്മയ്ക്ക്, ഞാൻ കല്യാണം കഴിച്ച് കണ്ടാൽ മതി. ചാനൽ തുടങ്ങാനുള്ള ഐഡിയ ആരുടെ തലയിൽ ഉദിച്ചതാ? ചാനൽ ഞാൻ തന്നെ തുടങ്ങിയതാണ്. ഇവരൊക്കെ പിന്നീട് വന്നതാണ്, കുറെ നാളിന് ശേഷം വന്നതാണ്. നേരത്തെ ഗൾഫിലൊക്കെ ആയിരുന്നില്ലേ, പിന്നീട് നാട്ടിൽ വന്നിട്ട് ഞാൻ കുറച്ചാൾ ഈ നമ്മുടെ TV ചാനലിൽ കണ്ടന്റ് ക്രിയേഷന് പോകുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് കൊറോണ വന്നത്. കൊറോണ വന്ന ശേഷമാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇപ്പോഴത്തെ ശ്രീകാന്ത് വെട്ടിയാരിലേക്ക് എത്താനുണ്ടായ കുറേ പരിശ്രമങ്ങൾ ഉണ്ടാവും, തീരുമാനങ്ങൾ എടുക്കലും, അതൊക്കെ ഒരുപാട് സ്ട്രഗിളിങ് പോയിന്റ്സ് ഒക്കെ തരണം ചെയ്തു വന്ന ഒരാളാണ്. ഇപ്പം എങ്ങനെയാ അത് നോക്കിക്കാണുന്നത്? അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വീഡിയോ ചെയ്യാൻ. അത് വെച്ച് സ്ട്രഗിളായിട്ടൊന്നുമില്ല, സ്ട്രഗിളൊക്കെ ഉണ്ടായിരുന്നു, ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ ഗൾഫിൽ നിർത്തി വന്നിരിക്കുന്ന സമയത്താണ്. പിന്നെ കോവിഡായപ്പോൾ ചാനൽ പ്രോഗ്രാമുകളൊക്കെ നിർത്തി. ഞാൻ തുടങ്ങിയ സമയമായിരുന്നു, അപ്പോൾ തുച്ഛമായ പൈസ അതിനകത്തുനിന്ന് കിട്ടത്തുള്ളായിരുന്നു. അങ്ങനെ കുറച്ച് സ്ട്രഗിൾ ചെയ്തു, കുറച്ച് ഫ്രണ്ട്സൊക്കെ ഹെൽപ്പ് ചെയ്തു. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഉണ്ടാക്കാൻ, അതുകൊണ്ട് ഇത് നിർത്തിയില്ല. തേപ്പ് കിട്ടിയിട്ടുണ്ടോ? തേപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു സ്റ്റോറി അറിയോ തേപ്പിന്റെ? ഇല്ല, ഞാൻ ഒരു 10-15 എപ്പിസോഡ് ഇല്ല, അങ്ങനെ തേപ്പൊന്നും അതിനെ പറയുന്നില്ല. ഞങ്ങൾ രണ്ടും ഒരു ഒത്ത് പോവാത്ത ഇപ്പം ബ്രേക്കപ്പ് ആയി, അത്രേ ഉള്ളൂ. അതിന് തേപ്പൊന്നും വിളിക്കാൻ പറ്റത്തില്ല. വെറുതെ രണ്ടുപേരും ഓരോരുത്തിരുന്നിട്ട് കാര്യമില്ലല്ലോ. എത്രാമത്തെ ക്ലാസ്സിലായാലും കുഞ്ഞിലെ പഠിക്കുമ്പോഴാണോ അതോ ഈ ഒരു സമയത്ത്? അത് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ നോർമലൊക്കെ ഉണ്ടല്ലോ. പിന്നെ കുറച്ച് അല്ലാതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. എല്ലാവരുടെ ജീവിതത്തിലും പല കാലഘട്ടത്തിൽ പല പ്രണയബന്ധങ്ങളൊക്കെ ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. സ്ക്രീനിൽ എല്ലാവരും ചിരിക്കുന്ന ഒരു മുഖമായിട്ടാണ് ആൾക്കാരെ കണ്ടിട്ടുള്ളത്. അപ്പോൾ റിയൽ ലൈഫിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? ആൾക്കാരെ കാണുമ്പോൾ നമ്മളോട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എപ്പോഴും അങ്ങനെയാണ് ആൾക്കാർ നമ്മളോട് ഡീൽ ചെയ്യുന്നത്. എപ്പോഴും തമാശ പറഞ്ഞ് നടക്കുന്ന ഒരാളായിട്ട് കാണുമ്പോഴൊക്കെ പറയും, 2 തമാശ പറയാനൊക്കെ പറയും, റോഡി വെച്ച് കാണും. ശരിക്കും ശ്രീകാന്ത് വെട്ടിയാര് റിയൽ ലൈഫിൽ ഇമോഷണൽ പേഴ്സൺ ആണോ അതോ ഇപ്പൊ നമ്മളൊക്കെ കാണുന്ന പോലുള്ള ഒരാള് തന്നെ? അല്ല, ഞാൻ ഇമോഷണലാണ് കുറച്ച്. എല്ലാവരും കുറച്ച് ഇമോഷണൽ ആയിരിക്കുമല്ലോ, പിന്നെ അധികം പുറത്ത് കാണിക്കാറില്ല. എന്താ വീക്ക് പോയിന്റ്സ്? വീക്ക് പോയിന്റ് വെച്ചാൽ അമ്മയ്ക്ക് വിഷമം വരുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരും. അതാണ് ഏറ്റവും വലിയ വീക്ക് പോയിന്റ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.